ഹലോ, ഇന്ന് നമുക്കൊരു ചക്ക പായസം ഉണ്ടാക്കിയാലോ? അതും ദാ എടിപിടിന്നൊരു ചക്ക പായസം. ആദ്യം കുറച്ച് നെയ്യ് എടുക്കുക, പാത്രത്തിലേക്ക് ഒഴിക്കുക, അതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ആദ്യം നമ്മൾ കിസ്മിസാണ് ഇടുന്നത്. ആദ്യം അത് വറുത്ത് കോരിയെടുത്തു, പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടു, അതും നമ്മൾ വറുത്ത് കോരിയെടുത്തു. പിന്നെയാണ് നമ്മുടെ താരം വരുന്നത്. നല്ല പഴുത്ത ചക്ക ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ നേരെ കടായിലേക്ക് തട്ടുകയാണ്. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് കുറച്ച് നെയ്യ് ഓൾറെഡി കിടപ്പുണ്ടല്ലോ, ആ നെയ്യിലോട്ടാണ് നമ്മൾ ഇടുന്നത്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നൊരു വെന്ത് വരുന്ന ഒരു പരുവാകണം. ഏതാണ്ട് അതൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുമ്പോഴത്തേക്കും 1 കപ്പ് ശർക്കരയുടെ പൊടിയാണ്. ഇപ്പം നമുക്ക് പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ഡയറക്റ്റ്ലി നമ്മൾ ഇതിനകത്തോട്ട് തന്നെ അങ്ങ് തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, അപ്പോൾ ഈ ശർക്കര ഇങ്ങനെ പാണിയാവുന്നത് പോലെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരു വരണ്ട് പരുവത്തിൽ കിട്ടും. അപ്പോഴത്തേക്ക് നമ്മളൊരു മുറി തേങ്ങയുടെ ഒരു തേങ്ങാപ്പാലെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട. ആദ്യം പകുതി ഒഴിക്കുക, ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള 2ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ഇങ്ങനെ പതിയെ ഇളക്കി വരാം. അപ്പോഴത്തേക്ക് 2, 3, 4, 5 ഏലക്ക എടുത്തൊന്ന് പൊടിച്ച് വെച്ചോ. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കതും ചേർക്കാനുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1ാം പാലാണ്. 1ാം പാലും 2ാം പാലും എല്ലാം ഒഴിച്ചിങ്ങനെ സെറ്റ് ആക്കിയിട്ട് നമ്മളിത് പൊടിച്ച് ഏലക്കായും കൂടെ ചേർത്ത് ഇങ്ങനെ കറക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ